നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവനക്കാരെ അന്യായമായി സസ്പെൻഡ് ചെയ്തു. വൈദ്യുതി ഭവനിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ. പ്രതിഷേധം CITUവിന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ. ഇരുചക്ര വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. തളിപ്പറമ്പിൽ ബൈക്കിൽ നിന്നും പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പിടികൂടി. ജാഗ്രത കൈവിടരുതെന്ന് റെസ്ക്യൂ ടീം. കരുതലോടെ ജനങ്ങൾ. സ്വജനപക്ഷപാതം നടക്കുന്നതായി ആരോപണം. അഞ്ചരക്കണ്ടിയിലെ അംഗനവാടി ഹെൽപ്പർ വർക്കർ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം. ധർണയുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ലിസ്റ്റിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റാനും ശ്രമം. വാർത്തകൾ വിശദമായി. ജീവനക്കാരെ അന്യായമായി സസ്പെൻഡ് ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നടപടിക്കെതിരെ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ തെക്കി ബസാർ വൈദ്യുതി ഭവനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഏകാധിപത്യ നടപടികൾ ഇവിടെയുള്ള പ്രതിഷേധത്തിന്റെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ 6-ാം തീയതി ഇവിടെയുള്ള കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി ശീലാകുമാരി ഇവിടെ ഒരു ഓർഡർ ഇട്ടിരിക്കുകയാണ്. 6-ാം തീയതി ഓർഡർ, 29-ാം തീയതി അവിടുത്തെ AUടെയും ചീട്ട്. കേവലം 15 ദിവസത്തിനുള്ളിൽ ഒരു ജീവനക്കാരനെ, ഒരു സബ് എഞ്ചിനീയറെ, സഖാവ് UK രജീഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണോ അച്ചടക്ക നടപടി? എന്താണ് അച്ചടക്ക നടപടി പറയുന്നത്? എന്താണ് രജിസ്റ്റർ ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ? അവിടെ മീറ്റർ മാറ്റിവെക്കുന്നുള്ള അപാകത, അവിടെ ഓഫീസിൽ ചില വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം, അവിടെ സോളാറുമായി ബന്ധപ്പെട്ട കാലതാമസം. ആരാണ്? രജീഷാണോ? കണ്ണൂർ ഓഫീസിലെ തലവൻ. K. ദേവകുമാർ അധ്യക്ഷത വഹിച്ചു. A. സമീർ, K. രഘുനാഥ്, C. അജിത എന്നിവർ സംസാരിച്ചു. P. ശ്രീജേഷ്, ഗ്രിനേഷ്, അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പടിയൂർ പൂവംകടവിൽ രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനുമായി സേവനം ചെയ്ത രക്ഷാപ്രവർത്തകരെ ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ TV ഉണ്ണികൃഷ്ണൻ മൊമെന്റോ കൈമാറി. ദൌത്യത്തിൽ മട്ടന്നൂർ, ഇരിട്ടി നിലയങ്ങളിലെ സിവിൽ ഡിഫൻസുകാരും ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സും ജീവനക്കാരും NDRF സംഘവും ചേർന്ന് 3 ദിവസങ്ങളിലായി നടന്ന തെരച്ചിലിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പടിയൂർ പൂവമ്പുഴയിൽ കാണാതായ കല്യാട് സിഗ്ബ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെയും സിവിൽ ഡിഫൻസിനെയുമാണ് ആദരിച്ചത്. ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ TV ഉണ്ണികൃഷ്ണനാണ് മൊമെന്റോ കൈമാറിയത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ NG അശോകൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് മാത്യു, K. രവീന്ദ്രൻ, PH നൌഷാദ്, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ അരുൺ B, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഡോളമീം മുണ്ടാനൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മട്ടന്നൂർ, ഇരിട്ടി നിലയങ്ങളിലെ സിവിൽ ഡിഫൻസുകാരും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ സ്കൂബ ഡൈവേഴ്സും ജീവനക്കാരും 3 ദിവസങ്ങളിലായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3-ാം ദിനത്തിൽ NDRF സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ജൂലൈ 2-ന് വൈകുന്നേരമാണ് ചക്കരക്കൽ സ്വദേശിനി സൂര്യയെയും എടിയന്നൂർ സ്വദേശിനി ഷെഹർബാനിയെയും പൂവംകടവിൽ കാണാതായത്. ഈ സംഭവത്തിൽ പങ്കെടുത്ത നമ്മുടെ മട്ടന്നൂർ ഇരിട്ടി സിവിൽ ഡിഫൻസിൻ്റെ അംഗങ്ങളെ അനുമോദിക്കുക എന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് തന്നെ നമ്മുടെ DFO സാറ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു അനുമോദനം നമുക്ക് തന്നിട്ടുണ്ട്. അതന്നെ വലിയൊരു അനുമോദനമാണ്. മറ്റൊരു കോളിലും അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ കണ്ടുവയ്ക്കില്ല. നമ്മൾ പോയി പ്രവർത്തനം ചെയ്തു വന്നു, അല്ലാതെ ഒരു വലിയൊരു ഓഫീസർമാർക്കൊന്നും പറയുന്ന സ്ഥലത്തും വരാറില്ല. നമ്മുടെ സേന സംബന്ധിച്ചിടത്തൊരു മോശം ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പിന്നെ ഇവിടെ നന്നായിട്ട് നമ്മുടെ DFO സാർ നമ്മുടെ മാർഗനിർദ്ദേശം നൽകി. പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചതോട് ആ 2ാമത്തെ ബോഡി നമുക്ക് തന്നെ കിട്ടി. പ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാ സിവിൽ ഡിഫൻസ്, നമ്മുടെ സ്റ്റേഷൻ ജീവനക്കാർ, എല്ലാ രക്ഷാപ്രവർത്തകരെയും ഞാൻ MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പാപ്പിനിശ്ശേരിയിൽ മീക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടും പുതിയ അക്കാദമിക് പ്രോഗ്രാമുകളും ആരംഭിച്ചതായി ചെയർമാൻ പ്രൊഫസർ E. കുഞ്ഞിരാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ച 4 വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായാണ് മീക്ക എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ആരംഭിച്ചത്. MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് എന്നാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ടാഗ് ലൈനിൽ ഒരു സ്വാശ്രയ കോളേജ് ആരംഭിച്ചിട്ടുള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടത് പാപ്പനശ്ശേരി വിശ്വസാ കേന്ദ്രത്തിലാണ്. അവിടെ നിങ്ങൾക്കറിയാം, ലോകത്തെമ്പാടുമുള്ള ഗവേഷകർ വരുന്ന സ്ഥലമാണ് വിശ്വസാ കേന്ദ്രത്തിൽ. ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡിയാണ്, മോഡേണും ആയുർവേദവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡിയാണ് കിട്ടുന്നത്. ഗവേഷണമാണ് അതിൻ്റെ പ്രാമുഖ്യം. അതിന് തുടക്കം ഞങ്ങൾ അവിടെ കുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ ഞങ്ങൾ 5 UG കോഴ്സും ഒരു PG കോഴ്സുമാണ്. BSc ഫോറസ്ട്രി ഉണ്ട്, MSc ഫോറസ്ട്രി ഉണ്ട്. MSc ഫോറസ്ട്രിയിൽ ഞങ്ങൾ മണിപ്പൂരിൽ നിന്നുള്ള കുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ MSc ഫോറസ്ട്രിയിൽ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഈ FYUGP വരുന്ന മുമ്പ് തന്നെ ഞങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പ്ലാൻ ചെയ്തത് ഓരോ ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് നിർബന്ധമായിട്ട് കുട്ടികൾ പഠിച്ചിരിക്കണം. അത് ഞങ്ങളുടെ ആയുർവേദ കോളേജ്, ഹോസ്പിറ്റൽ, ഫാർമസി, സ്നേക്ക് പാർക്ക്, അവിടെ ഹെപ്പറ്റോളജി കോഴ്സ് ഞങ്ങൾ ആഡ് ഓൺ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഓറന്തോളജി കോഴ്സസ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ കുട്ടിക്ക് താല്പര്യമുള്ള ആഡ് ഓൺ കോഴ്സസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഒക്കെ തന്നെ അവിടെ തുടങ്ങാൻ വേണ്ടി കഴിയുന്നുള്ളത് പ്ലാൻ ഞങ്ങൾ നേരത്തെ മുമ്പിലുണ്ട്. കേസ് ഗവൺമെൻറ് കീഴിലുള്ള കേസ് ഉണ്ട്. അതുപോലെ തന്നെ അസാപ്പിന് അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാശ്രയ കോളേജ്, MVR ആയുർവേദ മെഡിക്കൽ കോളേജിന് സ്റ്റാർട്ടപ്പ് മിഷൻ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള റിസർച്ച് പ്രോസ്പെക്ട്സ് കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ FYUGPയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു മീക്ക എന്ന് പറയുന്ന ഒരു AI ചാറ്റ് ബോട്ട് ഞങ്ങൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതും കേരള ഗവൺമെന്റ് അംഗീകാരമുള്ളതുമാണ് ഈ സ്ഥാപനം. സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ ശ്രേണി തന്നെയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങൾക്ക് ചാറ്റ് ബോട്ടിലൂടെ മറുപടി ലഭിക്കും. MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസിന്റെ വെബ്സൈറ്റിൽ മീക്ക ചാറ്റ് ബോട്ടിന്റെ ലിങ്ക് ലഭ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ CK കമിത, ഡോക്ടർ KP സംഗീത്, ഡോക്ടർ R ദിലീപ് കുമാർ, A ആദർശ് എന്നിവരും പങ്കെടുത്തു. ഗതാഗത നിയമം ലംഘിച്ച് ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയുടെ യാത്ര വീഡിയോ പ്രചരിച്ചത് ആകാശിന്റെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ. രൂപമാറ്റം വരുത്തിയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത തുറന്ന ജീപ്പിലാണ് ആകാശ് തില്ലങ്കേരിയും കൂട്ടുകാരും യാത്ര ചെയ്തത്. സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ ധരിക്കാതെ നടത്തിയ യാത്ര പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി വയനാട് പനമരത്ത് ആകാശ് തില്ലങ്കേരിയുടെ റീൽസ് ഷൂട്ട്. രൂപമാറ്റം വരുത്തിയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിലാണ് സീറ്റ് ബെൽറ്റ് പോലും ധരിക്കാതെ ആകാശ് തില്ലങ്കേരിയുടെ റീൽ ഷൂട്ട് യാത്ര. ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേരിയും സുഹൃത്തുക്കളുമാണ് ദൃശ്യങ്ങളിലുള്ളത്. യാത്രയുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യിപ്പിച്ചത് ആകാശ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആകാശ് തില്ലങ്കേരിയുടെ സമൂഹ മാധ്യമ പേജുകളിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും. സിനിമ ഡയലോഗുകളും ബീജിയവും ചേർത്ത് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലടക്കം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്ന് ആക്ഷേപമുയർന്നു. ഈ സാഹചര്യത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാരെ അന്യായമായി സസ്പെൻഡ് ചെയ്തു. വൈദ്യുതി ഭവനിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ. പ്രതിഷേധം CITUവിന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ. ഇരുചക്ര വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. തളിപ്പറമ്പിൽ ബൈക്കിൽ നിന്നും പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പിടികൂടി. ജാഗ്രത കൈവിടരുതെന്ന് റെസ്ക്യൂ ടീം. കരുതലോടെ ജനങ്ങൾ. സ്വജനപക്ഷപാതം നടക്കുന്നതായി ആരോപണം. അഞ്ചുരക്കണ്ടിയിലെ അംഗനവാടി ഹെൽപ്പർ വർക്കർ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം. ധർണയുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ലിസ്റ്റിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റാനും ശ്രമം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing.
Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. ബൈക്കിൽ നിന്നും പാമ്പിനെ പിടികൂടി. തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിൽ ക്യാന്റീനിന് മുൻവശത്തെ സ്റ്റാളിലെ ജീവനക്കാരനായ അരിയിലെ റഷീദിന്റെ ബൈക്കിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. പൾസർ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ കയറിയ പെരുമ്പാമ്പിൻ കുട്ടിയെ ഫോറസ്റ്റിന്റെയും മാർക്കിന്റെയും റെസ്ക്യൂറായ അനിൽ തൃച്ചംബരമാണ് പിടികൂടിയത്. പാമ്പിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ വിട്ടയച്ചു. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പെരുമ്പാമ്പിൻ കുട്ടിയെ പുറത്തെടുത്തത്. റഷീദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബൈക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാർക്ക് ചെയ്ത വണ്ടിയുടെ മുകളിൽ നിന്നും തൊലി പൊഴിക്കുന്ന അവസ്ഥയിൽ പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിനെ കണ്ട റഷീദ് പേടിക്കുകയും ചുറ്റുപാടുമുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. റഷീദിനെ കണ്ട് പേടിച്ച പാമ്പ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ കയറിക്കൂടി. പൊതുവെ പാമ്പുകൾ ഓരോ 45 ദിവസം കൂടുമ്പോഴുമാണ് അതിന്റെ തൊലി പൊഴിക്കൽ നടത്താറ്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയ പാടുള്ള പാമ്പിൻ കുഞ്ഞുങ്ങൾ ആദ്യത്തെ 7 ദിവസം കൊണ്ട് തൊലി പൊഴിക്കുന്നത് കാണാറുണ്ട്. ആദ്യത്തെ തൊലി പൊഴിച്ചതിന് ശേഷം മാത്രമേ പൊതുവെ പാമ്പും കുഞ്ഞുങ്ങൾ ഭക്ഷണം എടുക്കാറുള്ളൂ. റോഡരികിലും വീട്ടുപരിസരത്തുമായി പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇപ്പോൾ ഇത്തരത്തിൽ പാമ്പുകളെ കണ്ടെത്തുന്നത് പതിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ജ്യോതിഷ വചസ്പതി കൊയ്യം KV കുഞ്ഞിരാമൻ മാസ്റ്ററുടെ പേരിൽ സ്മാരക ട്രസ്റ്റും കുടുംബാംഗങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയ KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂരിന്. പ്രശസ്തി പത്രവും 5001 രൂപയും അടങ്ങിയ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനമായ ജൂലൈ 12 മയ്യിൽ ചെക്യാട്ടകാവിനടുത്തുള്ള സ്മാരക മന്ദിരത്തിൽ വെച്ച് DMO ഡോക്ടർ പീയൂഷ് M നമ്പൂതിരി ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂരിന് പുരസ്കാരം കൈമാറും. ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി സംസ്കൃതത്തിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 16 വർഷക്കാലമായും സംസ്കൃതം, മലയാളം, ജ്യോതിഷം ഈ 3 മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ തിരഞ്ഞെടുത്ത് അവാർഡ് നൽകുകയാണ് പതിവ്. ഞങ്ങളുടെതെല്ലാം ഗുരുനാഥനും കണ്ണൂർ ജില്ലയിലെ പ്രശസ്തരായ ജ്യോതിഷ വാചസ്പതി ബിരുദധാരിയും മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീ KV കുഞ്ഞിരാമൻ മാസ്റ്റർ 2007 നമ്മെ വിട്ടുപിരിഞ്ഞത്. 2008 തന്നെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മയ്യിൽ KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക മന്ദിരം നിർമ്മിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ചരമദിനാചരണം നടത്തുകയും അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്യാറുണ്ട്. ഈ വർഷം അവാർഡിന് തിരഞ്ഞെടുത്തത് ശ്രീ VT ഹരിപ്രസാദ്, കടമ്പൂർ സ്വദേശിയായ ഹരിപ്രസാദ് തിരുവങ്ങാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകരാണ്.
സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകനുമാണ് ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂർ. 5001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനമായ ജൂലൈ 12 കാലത്ത് 10 മണിക്കാണ് സമ്മാനിക്കുക. തുടർന്ന് അനുസ്മരണ സമ്മേളനം, കവിയരങ്ങ്, അക്ഷരശ്ലോക സദസ്സ് എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ, പ്രസിഡന്റ് OM മധുസൂദനൻ, മലപ്പട്ടം ഗംഗാധരൻ, ഡോക്ടർ CK മോഹനൻ, PC രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരിയാരം പഞ്ചായത്ത് തലോറ 6ാം വാർഡ് ആശ്രയ കുടുംബശ്രീ ഓണത്തിന് ഒരു മുറം പൂവ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. മുൻ പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് A രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PV കുഞ്ഞികൃഷ്ണൻ സംസാരിച്ചു. കുടുംബശ്രീ സെക്രട്ടറി ദീപ സ്വാഗതവും പറഞ്ഞു. കണ്ണൂരിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുപുഴ പ്രാപ്പുവിലിൽ എയ്യങ്കല്ലിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനുള്ളിലാണ് ദമ്പതികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. എയ്യങ്കല്ലിലെ സനോജ്, ഭാര്യ സവിത എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് ദുരന്ത വാർത്ത നാട്ടുകാർ അറിഞ്ഞത്. കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയിരുന്ന ഇവരുടെ മക്കളിൽ ഒരാൾ തിരിച്ചു വന്നപ്പോഴാണ് മാതാപിതാക്കളെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു സനോജ്. ഭാര്യ സനിത തൊഴിലുറപ്പ് ജോലിക്കും അടക്കിയുരിക്കുന്ന ജോലിക്കുമൊക്കെ പോകാറുണ്ടായിരുന്നു. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ജീവനൊടുക്കാൻ തക്ക കുടുംബ പ്രശ്നങ്ങളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിദ്യാർത്ഥികളായ ഋദ്വൈത്, അദ്വൈത് എന്നിവർ മക്കളാണ്. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ TP ദിനേശ്, SI രൂപ മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുസ്ലിം സർവീസസ് സൊസൈറ്റി ഉത്തരമേഖലാ പ്രതിനിധി സമ്മേളനം കണ്ണൂരിൽ നടന്നു. ചേംബർ ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇതാണ് വേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന ഒരുപാട് ലൗകികഭാവങ്ങൾ, ആരോഗ്യഭാവങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞാൽ തൊഴിലോടെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് അധ്യക്ഷൻ സൈനിക പറഞ്ഞു സർക്കാരിനെ രക്ഷപ്പെടലുണ്ടായിട്ടും സാഹചര്യ പശ്ചാത്തലം. അതിനെ നമ്മുടെ സമൂഹം കഴിയുന്ന മാനവ സംരക്ഷണം കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ലോകാരാധനായ രാഷ്ട്രപിത മഹാത്മാഗാന്ധിയെ ലോകം ആരാധിക്കാൻ വേണ്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പാണ് ലോകസമാധാനം ആഗ്രഹിക്കുന്ന ഐക്യരാഷ്ട്രസംഘടനയുടെ ആമുഖ കവാടത്തിൽ ഗാന്ധിജിയുടെ ഒരു ക്ഷണിച്ചു. PV സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P മുഹമ്മദ് കോയ നല്ല വ്യക്തിത്വം നല്ല സമൂഹം എന്ന സംഘടനാ സന്ദേശം നൽകി സംസാരിച്ചു. PM അബ്ദുൽ നാസർ, P അബ്ദുൾ റസാഖ്, ഡോക്ടർ K അബൂബക്കർ, M സക്കറിയ എന്നിവർ സംസാരിച്ചു. സാമൂഹിക മുന്നേറ്റം മാനവികതയിലൂടെ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിലും ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മീറ്റ്, വനിതാ സംഗമം എന്നിവയും നടന്നു. വാർത്തയിൽ വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാരെ അന്യായമായി സസ്പെൻഡ് ചെയ്തു. വൈദ്യുതി ഭവനിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ. പ്രതിഷേധം CITUവിന്റെ നേതൃത്വത്തിൽ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ. ഇരുചക്ര വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. തളിപ്പറമ്പിൽ ബൈക്കിൽ നിന്നും പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പിടികൂടി. ജാഗ്രത കൈവിടരുതെന്ന് റെസ്ക്യൂ ടീം. കരുതലോടെ ജനങ്ങൾ. സ്വജനപക്ഷപാതം നടക്കുന്നതായി ആരോപണം. അഞ്ചുരക്കണ്ടിയിലെ അംഗനവാടി ഹെൽപ്പർ വർക്കർ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം. ധർണയുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ലിസ്റ്റിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റാനും ശ്രമം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
കോട്ടയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഞ്ചരക്കണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മമ്പറം ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ വലിയൊരു വിഭാഗം ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ഒന്ന് വായ തുറക്കാൻ പോലും സാധിക്കാതെ ഈ പാർട്ടിക്കകത്ത് തന്നെ വീർപ്പ് പൊട്ടി കഴിയുന്നവരുണ്ട്. അവരുടെ ശബ്ദം കൂടിയാണ്, അവരുടെ പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ തുറന്നു കാണിക്കുന്നത്. ഇത് അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു കാര്യമായി ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല. ഇത് കേരളത്തിലെ മിക്ക പഞ്ചായത്തുകളിലും, ബ്ലോക്ക് പഞ്ചായത്തുകളിലും, ജില്ലാ പഞ്ചായത്തുകളിലും, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലും, അതുപോലുള്ള നിരവധി സ്ഥാപനങ്ങളില് ഇതുപോലെയുള്ള നിയമനങ്ങളാണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇന്ന് പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, PSCയിലേക്ക് മെമ്പർമാരെ എടുക്കുക. ഈ ലോകത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. PSCയിലേക്ക് ഒരു മെമ്പറെ നിയമിക്കാൻ ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുക്കുകയാണ് ഒരു പാർട്ടി നേതാവ്. അതും മരുമകന്റെ വീടിന്റെ തൊട്ടടുത്താണ്. മരുമകൻ റിയാസിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു നേതാവ് വലിയ ഒരു ടീച്ചർ കയ്യിൽ നിന്ന് വലിയ തുക അവരുടെ ഭർത്താവ് കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ റിയാസ് പോലും പ്രതികരിച്ചൊരു പരാതി കൊടുത്തു എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് നമുക്ക് എല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്ന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കറിയാം. അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ അംഗൻവാടി ഹെൽപ്പർ വർക്കർ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുക, പഞ്ചായത്ത് അധികൃതരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക, സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും നിയമിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ നടത്തിയത്. സി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK അംബിക, ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KO സുരേന്ദ്രൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KK ജയരാജൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ KP ജയാനന്ദൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് EK സുജാത, MV മധുസൂദനൻ, KU പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏച്ചൂർ ഈസ്റ്റ് LP സ്കൂൾ 1978-82 ബാച്ച് 1ാം ക്ലാസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വകാല അധ്യാപകരെ വീടുകളിൽ ചെന്ന് ആദരിച്ചു. K സാവിത്രി ടീച്ചർ, A രഘു മാസ്റ്റർ, KP രാജലക്ഷ്മി ടീച്ചർ, K സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവരെയാണ് വീടുകളിൽ ചെന്ന് കൂട്ടായ്മ ആദരിച്ചത്. ആദരവ് ഏറ്റുവാങ്ങാനായതിലേറെ സന്തോഷമുണ്ടെന്ന് അധ്യാപകരും പ്രതികരിച്ചു. 46 വർഷം മുൻപേ 1ാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കുഞ്ഞിക്കൂട്ടം എന്ന പേരിൽ ഒരു വർഷം മുൻപെയാണ് രൂപീകരിച്ചതെന്നും അതിനുശേഷം 2-3 തവണ ഒത്തുചേർന്നപ്പോൾ എടുത്ത തീരുമാനപ്രകാരമാണ് അധ്യാപകരെ വീടുകളിൽ ചെന്ന് ആദരിച്ചതെന്നും കൂട്ടായ്മയിലെ അംഗമായ ഷംന പറഞ്ഞു. 36 വർഷങ്ങൾക്ക് മുന്നേ ഏച്ചൂർ ഈസ്റ്റ് LP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് കുഞ്ഞിക്കൂട്ടം എന്ന പേരിൽ ഒരു വർഷം മുന്നേ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ 2-3 പ്രാവശ്യം കൂടിച്ചേർന്നെങ്കിലും ഇന്ന് നമ്മുടെ 4 അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ആയിരുന്നു. അന്ന് കൂടിച്ചേർന്നതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അധ്യാപകരുടെ വീടുകളിൽ ചെന്ന് അവരെ ആദരിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്തു. ഇന്ന് ആ ചടങ്ങാണ് നടക്കുന്നത്. 4 അധ്യാപകരുടെ വീട്ടിൽ പോയി രഘുമാഷ്, സുരേന്ദ്രൻ മാഷ്, രാജലക്ഷ്മി ടീച്ചർ, സാവിത്രി ടീച്ചർ എന്നിവരുടെ വീട്ടിലെത്തി. ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും സാവിത്രി ടീച്ചറും പറഞ്ഞു. ഇങ്ങനെയുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തുതി. K സാവിത്രി ടീച്ചർ, A രഘു മാസ്റ്റർ, KP രാജലക്ഷ്മി ടീച്ചർ, K സുരേന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവരെയാണ് വീടുകളിൽ ചെന്ന് കൂട്ടായ്മ ആദരിച്ചത്. സംഘാടക സമിതി അംഗങ്ങളായ VV രാഗേഷ്, PK സന്ദേശ്, MV ഷംന, KC ഷീബ, MK ശശി, TK സുജിത്ത്, CV രമ, OC ഗീത, K അരവിന്ദ് കുമാർ, MK അനിൽകുമാർ, M ഷൈമ, T പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എടക്കാട് മണ്ഡലം കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറിയും കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെയും പേരമക്കളെയും ഇൻസ്പയർ അവാർഡ് നേടിയ ധ്യാനശ്രീ ഗിരീഷിനെയും അനുമോദിച്ചു. പ്രണയത്തിന്റെ എല്ലാം അതിലോലമായ കണ്ണികളിലേക്ക് ഈ കുട്ടികൾ ആഴത്തിൽ ചിലപ്പോൾ അത് വാർന്ന് ഈ ചൂണ്ടയിൽ കൊത്തിപ്പോവുകയാണ്. ചൂണ്ടയിൽ ഒരിക്കൽ കൊത്തിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല.
എത്ര മീൻ പിടച്ചാലും ആ വലയിൽ നിന്ന് അല്ലെങ്കിൽ ആ കുളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ കുളത്തിൽ കുത്താതെ സംരക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് AI-യുടെ കാലം വരികയാണ്. ഞാൻ നിങ്ങൾ കണ്ട ലോകമല്ല ഈ കുട്ടികൾ വെളുത്ത കണ്ണുകളോടെ നോക്കിക്കാണുന്നത്. പുതിയ ലോകത്തിന്റെ വിസ്തൃതമായ വിസ്മയകരമായ ഒരു ലോകത്തിലേക്കാണ് ഈ കുട്ടികൾ കണ്ണുമായിരുന്നത്. ആ കുട്ടികളെ വളർത്തിയെടുത്ത രക്ഷിതാക്കളെ, അവരോടൊപ്പം അവർക്ക് വേണ്ടി എന്താ പറയേണ്ടത്, മനസ്സും ശരീരവും അർപ്പിച്ച അവരുടെ അമ്മമാരെ മണ്ഡലം പ്രസിഡന്റ് PK പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെയും പേരമക്കളെയും ഇൻസ്പയർ അവാർഡ് നേടിയ ധ്യാനശ്രീ ഗിരീഷിനെയും അനുമോദിച്ചു. KSSPA ജില്ലാ പ്രസിഡന്റ് K മോഹനൻ പുതിയ അംഗങ്ങളെ വരവേറ്റു. VC നാരായണൻ, KPK കുട്ടിക്കൃഷ്ണൻ, MP ജോർജ്, C ഹരിദാസൻ, P ധർമാനന്ദൻ, M വിനോദൻ, TK വസുമതി, M രഞ്ജിനി, KK ലക്ഷ്മി, പങ്കജാക്ഷി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി NP പത്മജ, വൈസ് പ്രസിഡന്റ് M ദിനേശൻ തുടങ്ങിയവരും പങ്കെടുത്തു. ആസ്വാദക സമൂഹം വേണ്ടവിധം തിരിച്ചറിയാതെ പോയ വ്യക്തിത്വത്തിനുടമയാണ് കവിയും ഗാനരചയിതാവുമായ P ഭാസ്കരൻ എന്ന് കാവ്യനിരൂപകൻ KP സജയ്. P ഭാസ്കരൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയവും ജവഹർ ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവിതകളിൽ മുഖത്തോട് മുഖം പോലുള്ള കവിതകളിൽ പിൽക്കാലത്തെ P ഭാസ്കരൻ 70കളിൽ എഴുതിയ തൻ്റെ കവിതകൾ ഏറ്റവും അധികം പ്രാവശ്യം പുനഃസന്ദർശിച്ചിട്ടുള്ള തൻ്റെ ഭൂതകാലം, ആ ഭൂതകാലത്തിൻ്റെ ഒരു ഖണ്ഡം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൻ്റെ യൗവനകാലമാണ്. നമ്മുടെ മറ്റു പല രാഷ്ട്രീയ കവികളെയും പോലെ രാഷ്ട്രീയ കവിതയിൽ മാത്രം ആവിഷ്കരിച്ച ഒരു കവിയല്ല P ഭാസ്കരൻ. സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, ദേശീയ സമരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിലും സജീവമായി കാൽനടയായി സഞ്ചരിച്ച് പങ്കെടുത്ത ഒരു കവിയുടെ ഭൂതകാലം, ഉജ്ജ്വലമായ ഭൂതകാലം P ഭാസ്കരൻ എന്ന കവിക്ക് ഉണ്ടായിരുന്നു. അതാണ് തൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക മൂലധനം. ഈ വിന്ത കാലടികളാണ് ഷൂസിനും സോക്സിനും ഉള്ളിൽ. ആസ്വാദക സമൂഹം വേണ്ടവിധം തിരിച്ചറിയാതെ പോയ വ്യക്തിത്വത്തിനുടമയാണ് കവിയും ഗാനരചയിതാവുമായ P ഭാസ്കരൻ എന്ന് കാവ്യനിരൂപകൻ KV സജയ് പറഞ്ഞു. സ്വന്തം ബോധ്യങ്ങൾക്കനുസൃതമായി തന്റെ കാവ്യജീവിതത്തെ നവീകരിച്ചയാളാണ് P ഭാസ്കരൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ അധ്യക്ഷനായി. ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ TK ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി സെക്രട്ടറി M രത്നകുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ KV ശരത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കവി സംഗമത്തിൽ മാധവൻ പുറച്ചേരി, ദിവാകരൻ വിഷ്ണുമംഗലം, കമ്പിൽ P രാമചന്ദ്രൻ, അമൃത കേളകം, ബാലഗോപാലൻ കാഞ്ഞങ്ങാട് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. അറക്കൽ FC UAE കണ്ണൂർ സിറ്റി, മഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി കണ്ണൂർ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കണ്ണൂർ ടൗൺ SI ഷമീൽ PP ഉദ്ഘാടനം ചെയ്തു. ഇജാസ് അലി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ഷുഹൈൽ ആലക്കാടൻ, മുഹമ്മദ് ഷിബിൽ K, ഹംറാസ്, ഫാരിസ് കൊച്ചിലപ്പള്ളി, ബഷീർ K, റയീസ്, ഫത്താഫ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 20 രൂപ കുറഞ്ഞു. ഗ്രാമിന് 6745 രൂപ, പവന് 53,960 രൂപ, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാരെ അന്യായമായി സസ്പെൻഡ് ചെയ്തു. വൈദ്യുതി ഭവനിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ. പ്രതിഷേധം CITUവിന്റെ നേതൃത്വത്തിൽ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ. ഇരുചക്ര വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. തളിപ്പറമ്പിൽ ബൈക്കിൽ നിന്നും പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പിടികൂടി. ജാഗ്രത കൈവിടരുതെന്ന് റെസ്ക്യൂ ടീം. കരുതലോടെ ജനങ്ങൾ. സ്വജനപക്ഷപാതം നടക്കുന്നതായി ആരോപണം. അഞ്ചുരക്കണ്ടിയിലെ അംഗനവാടി ഹെൽപ്പർ വർക്കർ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം. ധർണയുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ലിസ്റ്റിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റാനും ശ്രമം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.